തീപ്പൊരി വിപുലീകരിച്ച് കാട്ടുതീയായാൽ അതൊരു ഗുണമുള്ള കാര്യമാവില്ല. സുധാകരന് എന്തും പറയാൻ ലൈസൻസ് ഉണ്ട് കേരളത്തിൽ, PC ജോർജിനെ പോലെ. മാണിയുടെ വീട്ടിന്റെ അടുക്കള ഭാഗത്ത് കുറ്റിയടിച്ച് കുറുക്കിക്കെട്ടിയിരിക്കുന്ന ഒരു പൊടിച്ചുപട്ടിയാണ് PC ജോർജ് എന്ന് നിങ്ങൾക്കറിയാം. മാണിയുടെ അടുക്കള ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന എച്ചിലും അവശിഷ്ടങ്ങളും വെട്ടി വിഴുങ്ങി ആരെ കണ്ടാലും കുരയ്ക്കാൻ കൂലിക്കെടുത്തവരാണ് ജോർജ്. സുധാകരനും ഏതാണ്ട് ഇതുപോലെയാണ്. സുധാകരൻ ഇന്ന് പറയുന്നത് നാളെ പറഞ്ഞ ചരിത്രമില്ല, നാളെ പറഞ്ഞത് അല്ല ഇന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇതിന് സാധാരണ ഭാഷയിൽ പറയുക ജനിപ്പിച്ചവന്റെ മേൽവിലാസം സ്ഥിരമായി ഒരുത്തിയിൽ പറയാത്തവൻ എന്നാണ്. കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഒരു തന്തയ്ക്ക് ജനിക്കാത്തവൻ എന്നാണ്. ഞാനല്ല ഇത് പറഞ്ഞത്, സുധാകരനാണ്. പഴയൊരു കഥ ഞാൻ പറയാം. ബാലകൃഷ്ണപിള്ളയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി UDF പത്തനംതിട്ടയിൽ കൊട്ടാരക്കരയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു. ജയിലിലേക്ക് കൊടുത്തയക്കുന്നത് അമ്മായിന്റെ അടുത്തേക്കൊക്കെ അനുമ കൊടുത്തയക്കുന്നമായി ജയിലിലേക്ക് ബാലകൃഷ്ണപിള്ളയെ കൊടുത്തയക്കാൻ. പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് ആടയാഭരണങ്ങൾ അയ്യപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ ബാലകൃഷ്ണപിള്ളയെ തോളത്തേറ്റി അയ്യപ്പ തുണ്ടകത്തോ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ആനയിച്ച് സ്റ്റേജിലിരുത്തി പ്രസംഗം നടത്തിയത് സുധാകരനാണ്. അന്ന് സുധാകരൻ പറഞ്ഞു, ഇന്ത്യൻ ജുഡീഷ്യറി അഴിമതി ഗ്രസ്തമാണ്, അവർ കൈക്കൂലി വാങ്ങുന്നവരാണ്, ചെറിയവൻ മാത്രമല്ല മുന്തിയോലും. സുപ്രീം കോടതി ജഡ്ജി 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നത് കേരള ഹൗസിന്റെ 20ാമത്തെ മുറിയിൽ വെച്ച് എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതായിരുന്നു കൊട്ടാരക്കര പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം. പിറ്റേന്ന് പത്രക്കാർ ചോദിച്ചു സുധാകരനോട്, ഏത് ജഡ്ജിയാണ്, ആരാണ് കൊടുത്തത് എന്ന തീയതി. കോടതിയലക്ഷ്യ കേസ് ഉണ്ടാകും എന്ന് ഭയമുള്ളത് കൊണ്ട് സുധാകരൻ വർത്തമാനം മാറ്റി. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് MV ജയരാജൻ DYFയുടെ ഒരു തെരുവ് യോഗത്തിൽ വെച്ച് ജഡ്ജിമാരെ ശുംഭൻ എന്ന് വിളിച്ചു എന്നതിന്റെ പേരിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടുന്ന സന്ദർഭമായിരുന്നു അത്. ജയരാജൻ പൊതുയോഗത്ത് പ്രസംഗിച്ചത് വൈകുന്നേരം 3:30-നാണ്, കേസെടുത്തത് 3:31-നാണ്. സുധാകരൻ പ്രസംഗിച്ചത് 7:30-നാണ്. പക്ഷേ പിറ്റേന്നും കേസെടുത്തില്ല. പൊതുതാൽപര്യ ഹർജി വന്നപ്പോഴാണ് കേസെടുത്തത്. അത് രണ്ടാമത്തെ കാര്യം. എന്നാലും കേസ് വരും എന്ന് കണ്ടപ്പോൾ പിറ്റേന്ന് കേസെടുത്തതിന് ശേഷം സുധാകരനോട് പത്രക്കാർ ചോദിച്ചു, ആരാണ് ജഡ്ജി, ഏതാണ് റൂം, എത്രയാ കൊടുത്തത്, ആരായിരുന്നു സാക്ഷി, വിശദമാക്കാൻ. സുധാകരൻ പറഞ്ഞെന്താ അറിയാം, ഞാനത് പ്രതീകാത്മകമായി പറഞ്ഞതാണ്, സിംബോളിക്കായി പറഞ്ഞതാണ്. ഇതിനുശേഷം സുധാകരന്റെ ഭാര്യ, സുധാകരനും കുട്ടികളൊക്കെ ഒരുമിച്ച് കല്യാണത്തിനോ വീട്ടുകൂടലിനോ ഒക്കെ പോയാൽ സ്വാഭാവികമായി പൊതുപ്രവർത്തകനായതുകൊണ്ട് ഭാര്യയും മക്കളൊക്കെ കൂടെ ദുഃഖാനോട് സംസാരിച്ച് രോഗ്യം പറഞ്ഞാൽ അപ്പുറത്ത് പോവുമല്ലോ സുധാകരൻ. അപ്പോ ഭാര്യയോട് അല്ലെങ്കിൽ അമ്മയോട് മക്കൾ പറയും, അമ്മേ അച്ഛനെ വിളിച്ചോളിയും, അതാ അച്ഛൻ അതാന്ന് പറയുമ്പോ ഭാര്യ പറയാനുള്ളത് അത് യഥാർത്ഥ തന്തയല്ല, പ്രതീകാത്മക തന്തയാണ് എന്നാണ്. അപ്പം അവനവനെ ജനിപ്പിച്ചത് ആരാണെന്നും അവനവൻ ജനിപ്പിച്ചത് ആരൊക്കെയാണെന്നും പോലും തിരിച്ചറിയാത്ത ഒരു പരമ കൊലയാടി മോനാണ്. ഈ കൊലയാട്ടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുയോഗത്തിൽ വെച്ച് മൈക്കിലൂടെ മറുപടി പറഞ്ഞാൽ മൈക്ക് മാനനഷ്ടത്തിന് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ സാധാരണ നിലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് കുപ്പിളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ കൈ വീഴുന്നു. സുധാകരന്റെ കഥകൾ ഇനിയും പറഞ്ഞാൽ നമ്മുടെ ക്ലോസപ്പിന്റെ പരസ്യം കേട്ടിട്ടില്ലേ, മൗത്ത് വാഷൊക്കെ അതിട്ടിട്ട് 7 പ്രാവശ്യം പല്ലിയെ കഴിയും, എന്നാലേ ഭക്ഷണം കഴിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും വിശദമായി പോകുന്നില്ല. കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കഥ കഴിക്കാൻ എന്തെല്ലാം ചെയ്യാമോ ആ നെറികേടുകളെല്ലാം ചെയ്യാൻ നെഞ്ചു വിരിച്ച് പുറത്തിറക്കിയ കാളക്കൂറ്റനാണ് സുധാകരൻ. സുധാകരൻ അവനവനനുസരിക്കാത്തവരെ എല്ലാം ആക്രമിച്ചിട്ടുണ്ട്. DCC സെക്രട്ടറി ആക്രമിച്ചിട്ടുണ്ട്, RP സെക്രട്ടറി ആക്രമിച്ചിട്ടുണ്ട്, സ്വന്തം കാറിന്റെ ഡ്രൈവറെ ആക്രമിച്ചിട്ടുണ്ട്, പാർട്ടി CC മെമ്പർ VP ജയരാജനെ ആക്രമിക്കാൻ വിക്രം ചാരി ശശിയെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാ KT നേരത്തെ പറഞ്ഞത്. ഇത് ഫാസിസത്തിന്റെ അടയാളമാണ്, ധാർഷ്ട്യത്തിന്റെ പ്രതിഫലനമാണ്. ധാർഷ്ട്യത്തെയും ഫാസിസത്തെയും കണ്ട് മുട്ടുപുറച്ച് മൂത്രമൊഴിച്ചിരുന്ന ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല.
ഒരുതി ചത്താലും തോറ്റു മടങ്ങരുത് എന്നാണ് കണാരേട്ടൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുതി ചത്താലും തോറ്റു മടങ്ങരുത് എന്ന്. നിന്ന് തുരുവെടുക്കുന്നതിനേക്കാൾ നല്ലത് നടന്നു തേയുന്നതാണ് എന്നാണ് കണാരേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പാഠം. അതുകൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ ആധികാരികമായി പാർട്ടി ലോക്കൽ സെക്രട്ടറി ഇവിടെ ഒരു വാദം വെല്ലുവിളിയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്നേഹപൂർവ്വം കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന്റെ ഉശിരും ഉളുപ്പും അളക്കാൻ അതൊരു മാനദണ്ഡമാണ്. കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ടില്ല, സുധാകരൻ മരിച്ചിട്ടില്ല. തീയതിയും സമയവും കുറിച്ച് സുധാകരന്റെ പേര് വെച്ച് ഒരു പോസ്റ്റർ അടിക്കും. ഈ അങ്ങാടിയിൽ സുധാകരൻ പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ ആവർത്തിക്കും ഉശിരോടെ എന്നും അങ്ങ് എഴുതി വെക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിന്റെ ചങ്കിൽ ഒരു തുള്ളി ചോര അവശേഷിക്കുന്നുണ്ടെങ്കിൽ സുധാകരൻ ഇവിടെ വരുന്നത് നന്ന്, പക്ഷേ തിരിച്ചു പോകുന്നത് ഒരു ലൈറ്റൊക്കെ ഇട്ട് പോണ വണ്ടിയില്ലേ, അങ്ങനെ തിരിഞ്ഞിട്ടുള്ളൊരു വണ്ടി, ഒരൊച്ചൊക്കെ ഉണ്ടാക്കി പോണേ. സഖാവേ കണാരനട്ടനെ പോലെയുള്ള ധീരരായ സഖാക്കൾക്കെതിരായി, കേരളത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സഖാക്കൾക്കും നേതാക്കൾക്കുമെതിരായി സുധാകരൻ ഇനി വാണിമേലിന്റെ ഭൂമിവാതുക്കലിന്റെ മണ്ണിൽ കാലുകുത്തി പ്രസംഗിക്കാൻ വേണ്ടി പണം പിരിച്ച് സ്റ്റേജ് ഉണ്ടാക്കാനൊക്കെ പണം പിരിക്കണമല്ലോ, കുറച്ചുകൂടി പൈസ കൂടുതൽ പിരിച്ചോളി. സുധാകരന്റെ ശവമടക്കത്തിന് ചന്ദനമുട്ടി വാങ്ങാൻ അവന്റെ മക്കളോട് പറ. ശേഷം മുറിച്ച് ബലിയിടാൻ, മൂർധാവിലൂടെ വെള്ളമൊഴിച്ച് കാത്തിരിക്കാൻ, ശവമായിട്ടല്ലാതെ സുധാകരനെ വാണിമേലിന്റെ വിപ്ലവ പ്രസ്ഥാനം അവന്റെ തറവാട്ടിലേക്ക് പറഞ്ഞയക്കില്ല, ഒരു സംശയവും വേണ്ട. എന്തു വടായും പറയാന്ന, എന്ത് തെമ്മാടിക്കും പറയാന്ന. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സുധാകരന്റെ കഴുത്തിന്റെ വള്ളി ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ മണ്ണാണ്ടാവും, അപസ്മാരമുണ്ടെങ്കിൽ പൊട്ടി മരിക്കുന്ന തോന്നുന്നത്. ആ ജാതി വടായൊന്നും വേണ്ട. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് മാപ്പിള വള്ളിക്ക് പോയിട്ടില്ല കേട്ടോ, ഇതിലും വലുത് വന്നിട്ട്. ഞങ്ങൾ 2 റക്അത്തേക്ക് നിസ്കരിച്ചിട്ടുള്ളൂ, 25 ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി മാനവന്റെ മനുഷ്യത്വത്തിന്റെ മഹാസംഗീതം പാടി പതിതന്റെ പക്ഷത്ത് ഒരുതി നിന്ന ഒരു ധീരനായ സഖാവിനെതിരായി ഇയാൾ നടത്തിയ ജൽപ്പനങ്ങൾ, പ്രലപനങ്ങൾ അർഹിക്കുന്നവന്റെയോടെ തന്നെ ജനം തള്ളിക്കളയുന്നു. നല്ല ധാരണയോടെ CPIM അത് മനസ്സിന്റെ ഒരു കോണിൽ സൂക്ഷിക്കുകയാണ്. പിന്നെ VS-നെതിരെ എന്തോ പറഞ്ഞു.